ഹായ് നീറ്റ് പി ജി ആസ്പിരൻറ്റ്. ഓഗസ്റ്റ് 11 നീറ്റ് പി ജി എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നെക്സ്റ്റ് ഇയറിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്കാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. നിങ്ങൾ മിസ് ഡയറക്റ്റഡായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 19 സബ്ജക്ട്സും കംപ്ലീറ്റ്ലി നീറ്റ് പി ജിക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ വേണമെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇയറിലൊക്കെ പഠിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് യെസ് തന്നെയാണ് ഉത്തരം. ബട്ട് ഈ ഇയറിൽ എക്സാം എഴുതാൻ പോകുന്ന 10 ഡേയ്സ് മാത്രം റിമെയിൻ ചെയ്തിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് സ്പെസിഫിക്കലി പറയാനുള്ളത് കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള കുറേ ആളുടെ എക്സ്പീരിയൻസ് ആണ്. ചില ആളുകൾ ചില പർട്ടിക്കുലർ സബ്ജക്ട്സ് ചിലപ്പോൾ ടഫ് ആയേക്കാം, ചില ആളുകൾക്ക് ചിലപ്പോൾ അത് റിവൈസ് ചെയ്ത് എത്തില്ല എന്ന് വരാം. സോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി വിട്ടത് കാരണം നിങ്ങൾ ഭയങ്കരമായി ഡൗൺ ആവും എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കാരണം പല സബ്ജക്റ്റുകളും ഓവർലാപ്ഡാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് സൈക്കാട്രി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അതിന് എന്തും ചെയ്യാന്നുള്ളതായിരുന്നു. ഞാൻ അന്ന് എക്സാം എഴുതുന്ന സമയത്ത് മിസ്സാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഓർത്തോ എന്നുള്ളത്. അനാട്ടമി ഒക്കെ പഠിച്ചിരിക്കുന്നത്, അനാട്ടമി സർജറി പാർട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുന്നതാണ്. സോ ഓർത്തോന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല, സൈക്കാട്രി എന്ത് വന്നാലും എഴുതാൻ പറ്റും എന്നുള്ള രൂപത്തിലാണ് എക്സാമിന് പോയിരുന്നത്. സോ പക്ഷേ അന്ന് എക്സാമിന് സംഭവിച്ചിരിക്കുന്ന ഓർത്തോന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റി. മോസ്റ്റ്ലി അനാട്ടമി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഓർത്തോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറേ വന്നിരുന്നത്. ആൻഡ് ഓൾസോ സൈക്കാട്രിയിൽ നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എനിക്ക് തെറ്റിക്കാനും വേണ്ടി വന്നിട്ടുണ്ട്. സൈക്കാട്രിയിൽ ചില ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ മനസ്സിലാക്കേണ്ടത് റീസെൻ്റ്ലി എക്സാം എഴുതിയപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലോ RDO അല്ലെങ്കിൽ ഡെർമറ്റോ ഒക്കെ എടുത്തിരിക്കുന്ന കുറേ അധികം PGs പ്രീവിയസ് ആയ എക്സ്പീരിയൻസ് ചില സബ്ജക്റ്റ് ലാസ്റ്റിലേക്ക് അവർക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആക്ച്വലി നിങ്ങളൊരു വർഷം മുന്നേ അങ്ങനെ പ്ലാൻ ചെയ്യണമെന്നല്ല, നമ്മൾ അങ്ങനെ ഫൈനലി പോകുന്ന സമയത്ത് ഒരു സിംഗിൾ സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി നിങ്ങൾ ചിലപ്പോൾ റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായി മാർക്ക് ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് ഒന്നുമില്ല. കാരണം ബാക്കിയുള്ള 18 സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു 17 സബ്ജക്റ്റ് നന്നായി ഓവർലാപ്പ് ചെയ്ത് ബാക്കിയുള്ള സബ്ജക്റ്റിനെ അത് കോമ്പൻസേറ്റ് ചെയ്ത് വെക്കും. സോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പറഞ്ഞതാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അതൊരു റിയാലിറ്റി ഇല്ലാത്ത കാര്യമല്ല. വളരെ പ്രോപ്പറായിട്ട് കുട്ടികൾ ഇത്ര വർഷം തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ ഈ വീഡിയോ നിങ്ങൾ കൺക്ലൂഷനായിട്ട് എടുക്കേണ്ട കാര്യം, നിങ്ങൾ 1-2 സബ്ജക്റ്റ് പ്രോപ്പർ റിവൈസ് ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങളൊരു ലോവർ റാങ്ക് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നല്ല റാങ്കോ നല്ല മാർക്കോ ഇമ്പ്രൂവ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോയേക്കാം. കാരണം ബാക്കിയുള്ള സബ്ജക്റ്റ്, അറിയുന്ന സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ല റാങ്കിലേക്ക് എത്തും. ഫോർ എക്സാമ്പിൾ 12 സബ്ജക്റ്റും 15 സബ്ജക്റ്റൊക്കെ അടിപൊളിയായി കംപ്ലീറ്റ് ചെയ്ത ആളുകളൊക്കെ നല്ല റാങ്കിലേക്ക് എത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ പ്ലാൻഡായി ഈ സബ്ജക്റ്റ് പഠിക്കാണ്ടിരിക്കണം എന്നല്ല, നിങ്ങൾ അവസാനത്തെ പ്ലാനിൽ ചില സബ്ജക്റ്റുകൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതിയാവും. മാത്രമല്ല നിങ്ങൾ ഒരുപാട് GT എഴുതുന്നുണ്ട്, ആ GTയിലൊക്കെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സോ അതൊക്കെ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ്സും ആ സബ്ജക്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ നിങ്ങൾ ഹെൽപ്ഫുൾ ആവും. സോ ഇൻ എ കൺക്ലൂഷൻ, ടോപ്പ് 2 ഡിജിറ്റോ 1 ഡിജിറ്റോ റാങ്ക് വാങ്ങുന്നതിന് എവരി ടോപ്പിക്, എവരി സബ്ജക്റ്റ് ആൻഡ് എവരി സിംഗിൾ ടോപ്പിക് കവർ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ചെയ്ത കാര്യങ്ങളല്ല. അവസാനം റിവൈസ് ചെയ്യുന്ന സമയത്ത് ചില സബ്ജക്റ്റിനോ ചില ടോപ്പിക്കിനോ സമയം ഇല്ലാണ്ട് പോകാമെന്നുള്ളത് സംഭവിക്കുന്ന കാര്യമാണ്. സോ അത് എന്താ പറയുക, പ്രോപ്പർലി നിങ്ങൾക്ക് മാനേജ് ചെയ്താൽ മതി. ഓരോ സബ്ജക്റ്റിൽ നിന്നും ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഫ്രണ്ട്സിനോടൊക്കെ ഒരു അരമണിക്കൂർ എടുത്ത് ആ സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റൊക്കെ പറഞ്ഞു തരാൻ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്കൊരു റിവിഷനും നിങ്ങൾക്കത് കേൾക്കുന്ന കാര്യം. ആ കേട്ടതെന്ന് വെച്ച് തന്നെ ആ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന 5-6 ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ മാക്സിമം വരുന്ന 8 ക്വസ്റ്റ്യൻസ് 4 ഒക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കും ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിച്ചത് കാരണം, പാത്തോളജി, മെഡിസിൻ, അനാട്ടമി ഒക്കെ പഠിച്ചത് കാരണം പല സബ്ജക്റ്റും ഓവർലാപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മിസ്സായത് കാരണം അത് എഴുതാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട. അതിലെ ക്വസ്റ്റ്യൻസ് ആവും ചിലപ്പോൾ നിങ്ങൾ മോസ്റ്റ്ലി നന്നായിട്ട് എഴുതുക. കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. നല്ല ഹൈ റാങ്ക് ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്ത് ഹോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് മൂവ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്.